ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ലച്ചുമോളെ, ലച്ചു, 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 മോളെ, ലച്ചു. ഞാൻ ഗേറ്റ് അടച്ചില്ലായിരുന്നോ? അല്ല, ഇത് ലച്ചുമോളുടെ ബോളാണല്ലോ. ഈ കൊച്ചിന്റെ കാര്യം എന്ത് കിട്ടിയാലും റോഡിലെടുത്ത് കളയും. ലച്ചു, ലച്ചു, ലച്ചുമോളെ, ദാ നിന്റെ ബോൾ ഇതാ. ലച്ചു, എടി നീ എവിടെയാ? ലച്ചു ചേച്ചി. ആ ചിരു, ലച്ചുമോൾ ഇങ്ങോട്ട് വന്നോ? ഇല്ല, അവളിതാ അപ്പുറത്തിരുന്ന് കളിക്കായിരുന്നല്ലോ. എടി, അവിടെ ഒന്നും കാണുന്നില്ല. ഞാൻ ഗേറ്റ് അടക്കാൻ ചെന്നപ്പോഴേ ദേ മോള് കളിച്ചോണ്ടിരുന്ന ഈ ബോള് റോഡിൽ കിടക്കുക. ലച്ചു, ചേച്ചി വാ. മോളെ ലച്ചുവേ. ലച്ചു, ലച്ചു, ലച്ചു. ചേച്ചി, ബോള് റോട്ടിൽ കിടക്കുമായിരുന്നോ? ആ, എന്നിട്ട് മോളെവിടെ? ചേച്ചി എല്ലായിടത്തൊന്നും നോക്കി. ലച്ചു, 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 ലച്ചുമോളെ, ലച്ചു, ലച്ചു, മോളെ, ലച്ചു, ലച്ചു, മോളെ, ലച്ചുമോളെ, ലച്ചു, ലച്ചു, മോളെ, നീ എവിടെയാ? മോളെ, മോളെ, ചേച്ചി, ലച്ചു, മോളെ, ലച്ചു, 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 മോളെ, മോളെ, ലച്ചു, 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 മോളെ, ലച്ചു, ചിരു മോള്. വായിച്ച് നമുക്ക് അവിടെ നോക്കാം. ലച്ചു, 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 മോളെ, ലച്ചു, ലച്ചു, മോളെ, ലച്ചു, കാണുന്നില്ല ചേച്ചി. മോളെ കാണാനില്ല. ലച്ചു, 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 ചേച്ചി, ലച്ചു, ചേച്ചി. വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. അവൻ ഇപ്പോഴും എൻഗേജ്ഡ് ആണല്ലോ. തുറച്ച കോളൊന്നും ഇടുന്ന അവന് തിരിച്ചു വിളിച്ചൂടെ? അതിന് നിന്റെ നമ്പർ അതിൽ അറിയോ? അറിയാൻ വഴിയില്ല. ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ആ, എങ്കിൽ അതായിരിക്കും. നിന്റെ നമ്പർ അറിയാമായിരുന്നെങ്കിൽ എത്ര ഇമ്പോർട്ടന്റ് കോളായിരുന്നാലും അത് കട്ട് ചെയ്ത് അവൻ നിന്നെ വിളിച്ചേനെ. അവനായിരിക്കും. അല്ല, ചീരുവ. ആ, എന്തായെന്നറിയാൻ അമ്പിളി വിളിപ്പിക്കുന്നതാവും. പിന്നെ വിളിക്കാതെ. ഏയ്, എടുത്ത് കാര്യം പറ. എടുക്ക്. ആ ചിരു, ചിരു, ഞാനും അങ്ങളും ആദിലിനെ ഫോണിൽ ട്രൈ ചെയ്തോണ്ടിരിക്കായിരുന്നു. ആദിലിനോട് സംസാരിച്ചിട്ട് പിന്നെ വിളിച്ചാ പോരെ? രഘുട്ട വെക്കല്ലേ. രഘുട്ട, ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. എന്താ ചിരു? എന്ത് പ്രശ്നം? രഘുട്ട, നമ്മുടെ ലച്ചുമോളെ കാണാനില്ല. രഘുട്ട, ചിരു, ലച്ചുമോളെ കാണാനില്ലെന്നോ? അതെ രഘുട്ട. രഘുട്ടൻ പോയ ശേഷം ഞങ്ങള് ഗേറ്റ് അടയ്ക്കാൻ മറന്നുപോയി. ഇപ്പൊ അമ്പിളി ചേച്ചി ഗേറ്റ് അടയ്ക്കാൻ പോയപ്പോ മോളുടെ ബോള് റോഡിൽ കിടക്കുക. ചിരു, മോളെ ഇവിടെ എങ്ങും കാണുന്നില്ല. നീത്താ, ഞങ്ങൾ എല്ലായിടത്തും നോക്കി രഘുട്ട. മോളിവിടെ എങ്ങും ഇല്ല. ലച്ചു, നമ്മുടെ പൊന്നുമോളെ അവൻ തട്ടിക്കൊണ്ടുപോയെന്ന് തോന്നുന്നു. ആദിലോ? അതെങ്ങനെ? അവൻ പോകുമ്പോ മോളോടെ ഉണ്ടായിരുന്നല്ലോ. അവൻ തിരിച്ചു വന്നതായിരിക്കും രഘുവേട്ട. മോള് ഗേറ്റിനടുത്തോട്ട് ചെന്നപ്പോ അവൻ ആരും കാണാതെ എടുത്തോണ്ട് പോയി കാണും. അതല്ലാതെ നമ്മുടെ മോൾ ഇങ്ങോട്ടും പോവില്ല രഘുവേട്ട. അമ്പിളി, നീ ഫോൺ വെക്ക. എന്നിട്ട് ഒന്നുകൂടി എല്ലായിടത്തും കൂടെ ഒന്ന് നോക്കി അന്വേഷിക്കേ. ഞാൻ നോക്കിക്കോളാം അതിന്റെ കാര്യം. രഘുവേട്ട, ഹലോ. എന്താ പ്രശ്നം? അങ്കിൾ എല്ലാം പറയും. അങ്കിൾ അതിൽ വണ്ടി എടുക്കാൻ പറ പെട്ടെന്ന്. ലച്ചു മോളെ, നീ എവിടെയാ മോളെ?
ലച്ചുവേ, ലച്ചു, എന്റെ ദൈവമേ, ലച്ചു, എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോഴേക്കും എന്റെ മോൾ എന്നെ വിട്ടു പോയല്ലോ. ഞാൻ എന്റെ കുഞ്ഞിനെ എവിടെ ചെന്ന് അന്വേഷിക്കാൻ ചേരും? അയ്യോ, ലച്ചു, ചേച്ചി, 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 ഓക്കൊന്നും പറ്റില്ല, അവളങ്ങ് വരും. രഘുവേട്ടൻ നമ്മുടെ മോളെ തേടി പിടിച്ച് കൊണ്ടുവരും ചേച്ചി. ചീരു, എന്നാലും നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിട്ടും എന്റെ മോളെ കൈവിട്ട് പോയല്ലോ ചീരു. അയ്യോ, ആരെങ്കിലും ചോദിച്ചാ ഞാൻ എന്തു ചേച്ചി, എന്റെ മോള് അറിയില്ല, അറിയില്ല ചേച്ചി. വൃത്തിയേട്ടൻ ഇപ്പോഴും എൻഗേജ്ഡാ. അപ്പൊ മനപ്പുറം എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തായിരിക്കും ഞങ്ങള്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ടത് അവൻ തന്നെ ആയിരിക്കും. മോളെയും കൊണ്ട് സുരക്ഷിതമായ സ്ഥലത്ത് എത്തിയതിനനുസരിക്കും അവൻ തന്നെ ഇനി തിരിച്ചു വിളിക്കാം. അങ്കിളെ, അങ്കിളെ, നമ്മളിനി എന്ത് ചെയ്യും? നേരെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്താലോ? ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോകാൻ നോക്കൂ. അവിടെ നിന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തീരുമാനിക്കാം. ചിലപ്പോൾ ഇനി മോൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ? സുനി, ഒന്ന് പെട്ടെന്ന് ചവിട്ടി വിട്. ആ ശരി. വീട്ടിലേക്ക് വിട്ടോ. ആ വിട്ടോ. ആ ശരി സാർ. അങ്കിളെ, അവൻ തിരിച്ചു വിളിക്കുന്നുണ്ട്. രഘു, നീ മോളെ കുറിച്ച് ഇപ്പൊ ഒന്നും പറയണ്ട. അവൻ എവിടെ ഉണ്ടെന്ന് ചോദിക്കേ. കാശിന്റെ കാര്യം നേരിട്ട് സംസാരിക്കാനാണെന്ന് പറ. ഹലോ ആദിൽ, ആദിലെ, എത്ര നേരം ഞാൻ നിന്നെ വിളിക്കുന്നു. ഞാൻ വേറൊരു കോളിലായിരുന്നു. നിങ്ങളാരാ? അതിലെ ഞാൻ രഘുവാ. അതിൽ നീ ഇപ്പൊ എവിടെയാ? ആ രഘു, നീ എന്നെ വിളിക്കുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. അതിലെ ഞാൻ ദാസങ്ങളോട് സംസാരിച്ച് നീ പറഞ്ഞ ക്യാഷ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നീ എവിടെ ഉണ്ടെന്ന് പറഞ്ഞ ഞങ്ങളിപ്പോ തന്നെ കൊണ്ടുവന്നു തരാം. ഇത്ര പെട്ടെന്ന് നീ പണം റെഡിയാക്കിയോ? രഘു, എനിക്കപ്പോ നിന്നെ വിശ്വസിക്കാമോ രഘു? ഞാൻ എവിടുന്ന് അറിഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് കൊട്ടേഷൻ അയക്കാനൊന്നല്ലല്ലോ രഘു. അയ്യേ, അതില് നീ എന്തിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതില് നിനക്കിപ്പോ അത്രയ്ക്ക് പേടിയാണെങ്കിൽ നീ വീട്ടിലോട്ട് വാ, ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാം. വേണ്ട രഘു, എനിക്ക് നിന്നെ ഒരു പേടിയില്ല. വെറും 10 ലക്ഷത്തിന് വേണ്ടി എന്നെ ഇല്ലാതാക്കാൻ മാത്രം വിഡിത്തം നീ കാണിക്കില്ല എന്നൊക്കെ എനിക്കറിഞ്ഞൂടെ. പ്രത്യേകിച്ചും ഇന്ന് നീ അത് ചെയ്യില്ല. അതില് ഇന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിന്റെ ജീവിതത്തിൽ വലിയ നഷ്ടം ഉണ്ടാക്കും.